ചില മനുഷ്യർ നമ്മളെ വിട്ടുപോകുമ്പോൾ അതൊരു വേർപാടായി മാത്രം മാറുന്നില്ല. അവർ ജീവിച്ചിരുന്ന കാലവും അവർ പകർന്നു നൽകിയ സ്നേഹവും അവർ സമ്മാനിച്ച കലയും നമ്മുടെ ഓർമ്മകളിൽ ഒരു നിറസാന്നിധ്യമായി മാറുന്നു. എഗർകലാസംഘം ആറാട്ടുപുഴയിലെ മുഴുവൻ അംഗങ്ങളും അന്ന് ശാസ്താംകോട്ട ഭരണിക്കാവിൽ ഒരുമിച്ചെത്തിയത് കൊറോണ എന്ന കഷ്ടകാലം നമ്മളിൽ നിന്ന് അടർത്തി മാറ്റിയ അതുല്യ കലാകാരൻ PS ബാനർജിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താനായിരുന്നു. ഒരിക്കൽ വേദികളിൽ തൻ്റെ കലയുടെ മികവ് കൊണ്ട് നിറഞ്ഞു നിന്ന ആ അത്ഭുത കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ അന്ന് ഞങ്ങൾ സ്നേഹത്തോടെ തലകുനിച്ചു നിന്നു. പുഷ്പങ്ങൾ മാത്രം അർപ്പിച്ച് ആ സ്നേഹം അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അദ്ദേഹത്തെ ജനഹൃദയങ്ങളിൽ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തിയിരുന്ന കലയിലൂടെ തന്നെ ഞങ്ങളുടെ സ്നേഹവും അദ്ദേഹത്തിന് സമർപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതിനാൽ ആ സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു പാട്ടുപാടി. അത് വെറുമൊരു പാട്ടായിരുന്നില്ല. വാക്കുകൾക്ക് പറയാൻ കഴിയാത്ത സ്നേഹവും മനസ്സിൽ ഒളിപ്പിച്ച വേദനയും ഒരിക്കലും മായാത്ത ഓർമ്മകളും ചേർത്ത് വെച്ച ഒരു സ്നേഹാഞ്ജലിയായിരുന്നു അത്. എഗർകലാസംഘം ആറാട്ടുപുഴയുടെ സ്നേഹാഞ്ജലി. കാലം എത്ര കടന്നുപോയാലും മറവിയുടെ തിരശ്ശീലയ്ക്ക് പിന്നിൽ ചില മുഖങ്ങൾ ഒരിക്കലും മറഞ്ഞു പോകില്ല. കലാകാരന്മാർ ശരീരം കൊണ്ട് മാത്രമാണ് നമ്മളിൽ നിന്ന് അകലുന്നത്. അവരുടെ കലയും ഓർമ്മകളും അവർ പകർന്നു നൽകിയ സ്നേഹവും എന്നും നമ്മോടൊപ്പം ജീവിക്കും. പ്രിയപ്പെട്ട PS ബാനർജിക്ക് എഗർകലാസംഘം ആറാട്ടുപുഴയുടെ വേദനയിൽ ചാലിച്ച സ്നേഹാഞ്ജലി. ഞങ്ങൾ പാടിയ പാട്ടിൻ്റെ ഓരോ വരിയിലും ഞങ്ങളുടെ സ്നേഹമുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഓർമ്മയുണ്ടായിരുന്നു. ഓർമ്മകൾക്ക് മരണമില്ല, കലാകാരന്മാർക്കും മരണമില്ല. അവർ പകർന്നു നൽകിയ കലയുടെ ഓരോ സ്വരത്തിലും അവർ എന്നെന്നും ജീവിച്ചുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട PS ബാനർജി.